വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്, വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? അതിലൊരു വിഭാഗമായ ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് എതിരൊന്നുമല്ല കേട്ടോ, യാതൊരു എതിരുമില്ല. അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ചെയ്ത് നടപ്പാക്കാം, അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാം. പക്ഷേ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് NSSന്റെ അഭിപ്രായം. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാക്കിയതാണ്. നമസ്കാരം. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ശിവഗിരി മഠാധിപൻ സച്ചിദാനന്ദ സ്വാമിക്ക് ആരും പതിച്ചു കൊടുത്തിട്ടില്ല. ഹിന്ദുക്കളുടെ കുത്തകാവകാശം സച്ചിദാനന്ദ സ്വാമി ഏറ്റെടുക്കാൻ വരണ്ട. മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിൽ മന്നം ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് NSSന്റെ അധ്യക്ഷനായ G. സുകുമാരൻ നായർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതിനെതിരെയും NSSന്റെ പരമാധ്യക്ഷനായ G. സുകുമാരൻ നായർ ആഞ്ഞടിക്കുകയുണ്ടായി. ഓരോരോ ക്ഷേത്രങ്ങൾക്കും ഓരോരോ ആരാധനാ രീതികളാണ്, ആചാര അനുഷ്ഠാന ക്രമങ്ങളാണ്, താന്ത്രിക വിധികളാണ്. ശിവഗിരി മഠത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ടുകൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താം എന്ന് സച്ചിദാനന്ദ സ്വാമി പറയുമ്പോൾ അത് അവരുടെ ക്ഷേത്രത്തിലെ കാര്യമാണ്, അവർക്കത് പറയുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനത്തിനെത്തുന്ന ഭക്തന്മാർ ഷർട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ ദർശനം നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷർട്ട് ധരിക്കണം എന്നൊക്കെ ആജ്ഞാപിക്കാൻ, അത്തരത്തിൽ ഒരു തിട്ടൂരമിറക്കുവാൻ സച്ചിദാനന്ദ സ്വാമിക്ക് ഹിന്ദുക്കളുടെ കുത്തകാവകാശം ആരും പതിച്ചു നൽകിയിട്ടില്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് NSSന്റെ പരമാധ്യക്ഷനായ G. സുകുമാരൻ നായർ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ ക്ഷേത്രാനുഷ്ഠാനങ്ങളിലും ക്ഷേത്രാചാരങ്ങളിലും ദർശനങ്ങളിലും മാറ്റം വരുത്തണം എന്ന പിണറായി വിജയന്റെ വാക്കുകൾക്കെതിരെയും സുകുമാരൻ നായർ ആഞ്ഞടിച്ചു. ക്ഷേത്ര ദർശനത്തിന് ചില രീതികളുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് ചിട്ട ചെയ്ത് വച്ചിരിക്കുന്ന തന്ത്രികളാണ്, ക്ഷേത്രത്തിന്റെ ചുമതലക്കാരാണ്. അത് തിരുത്തുവാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനോ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താക്കൾക്കോ അധികാരമില്ല, അവകാശമില്ല. സച്ചിദാനന്ദ സ്വാമികളുടെ വാക്ക് കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി പൊതുവായി അത്തരത്തിലൊരു അഭിപ്രായം പറയാൻ പാടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് G. സുകുമാരൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിനിശിതമായി വലിച്ചു കീറി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത്. ഞാൻ പറയുന്നത് NSSന്റെ ആളുകൾ എവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവിടെ ദർശനം നടത്താൻ. നിങ്ങൾ ചെല്ലുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് ക്ഷേത്ര ദർശനം നടത്താം എന്ന് അവിടെ വിധിയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. അല്ല, അവിടെ ഉടുപ്പിട്ട്, അതായത് ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാൻ പാടില്ല. ഓരോ ക്ഷേത്രങ്ങളും ചിട്ട ചെയ്തു വച്ചിരിക്കുന്നത് താന്ത്രിക വിധി പ്രകാരം തന്നെയാണ്. അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് പാലിക്കാൻ സാധിക്കാത്ത ആളുകൾ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് G. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സംസാരിച്ചത്. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല. മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് KB ഗണേഷ് കുമാർ ഇത് പറഞ്ഞത്. NSS സുകുമാരൻ നായർ മറ്റൊരു കാര്യം കൂടി എടുത്തു ചോദിച്ചു. അതായത് മുസ്ലിം മതവിഭാഗത്തിന്റെയും ക്രൈസ്തവ മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും അനുഷ്ഠാന വിധികൾക്കുമെല്ലാം ഇപ്പോഴും ചില വ്യത്യാസങ്ങളുണ്ട്. അവിടെയുള്ള പൊരുത്തക്കേടുകളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്ന് നേരിട്ട് പറഞ്ഞ് എതിർക്കുമോ അല്ലെങ്കിൽ അതെല്ലാം തിരുത്തണമെന്ന് പറയാനുള്ള ചങ്കുറ്റവും നട്ടലും തൻ്റെ ഇടവ് പിണറായി വിജയനുണ്ടോ എന്നുകൂടി G. സുകുമാരൻ നായർ ചോദിച്ചു. ഓരോരോ മതത്തിനും ആ മതത്തിൻ്റെതായ അനുഷ്ഠാന വിധികളുണ്ട്, ആചാരക്രമങ്ങളുണ്ട്. അവർ ആ രീതിയിൽ തുടർന്നു പോകും. അവിടെ ഇടപെട്ട് സംസാരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് യാതൊരു തരത്തിലും അർഹതയില്ല, അവകാശമില്ല എന്ന് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയായിരുന്നു സുകുമാരൻ നായരുടെ പ്രസംഗം. NSSന്റെ പരമാധ്യക്ഷനായ സുകുമാരൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സച്ചിദാനന്ദ സ്വാമികളെയും അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ക്ഷേത്രാരാധന രീതികളെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് മന്നം ആസ്ഥാനത്ത് പെരുന്നയിൽ നടത്തിയ മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ വന്ന ഒരു പത്രവാർത്തയാണ്.
ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച പ്രവേശനം സംബന്ധിച്ചാണ് സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി. അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത്, ഉടുപ്പിട്ട് തന്നെ കയറണം. സവർണരുടെ ആധിപത്യമാണത്. പിന്നെ അതിൽ ചിലർ ഇങ്ങനെ കേട്ടതായി പറയുന്നു. നമ്പൂരിയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ പൂവിടുന്നത് എന്നതാണ്. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷെ അത് അവരുടെ ആചാരം അനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലേലും നമുക്ക് പറയാനുള്ള ഒരു അവകാശം. കാരണം ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇവരാരും മാത്രമല്ല. ഇവിടുത്തെ ഒരു സംഘടനയുടെ ഒരു മത വിഭാഗത്തിൻ്റെ അവരെല്ലാവരെയും പ്രതിനിധിയാണെന്നാണ് പറഞ്ഞാണ് ഇത് പറയുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങനെ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ഓഹോ, നമുക്കെന്നെ തർക്കം. അവരുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഷർട്ട് ഇട്ട് കയറണമെന്ന് അവർ തീരുമാനിച്ച് നടന്നോട്ടെ. നമ്മളെന്തിനാ എതിർക്കാൻ പോകുന്നത്? നമ്മൾ എതിർക്കുന്നില്ല. ആ ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് ഏതെങ്കിലും നായർക്ക് അല്ലെങ്കിൽ മറ്റ് അതല്ലാത്ത ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ പോക്കൂ. ഒരു പ്രയാസവുമില്ല. പക്ഷേ ഈ കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും കൊണ്ട് ഉടുപ്പ് ഇടിയിക്കുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിൻ്റെ ആകട്ടെ, ഹിന്ദുവിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ടവർക്കാകട്ടെ ഉണ്ട്. ആ വിശ്വാസമുണ്ട് ഓരോ ക്ഷേത്രത്തിലും. ഉടുപ്പ് ഇട്ട് കയറാനുള്ള ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഈ വലിയ കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അധസ്ഥിതരായ ഈ താഴേക്കടയിലുള്ള ആളുകളെ ക്ഷേത്ര പ്രവേശനത്തിന് അനുവദിച്ചു. ഇവിടെ ഈ മൂലയ്ക്കിരിക്കുന്ന ഒരു ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, മന്നത്ത് പത്മനാഭന്റെ ക്ഷേത്രം, അദ്ദേഹം എല്ലാവർക്കും പ്രവേശനം തുറന്നു കൊടുത്തല്ലോ. അവിടെ ഉടുപ്പില്ലാതാണ് ആള് കയറുന്നത്. അവിടെ ഉടുപ്പില്ലാതെയും ഉടുപ്പിട്ടും വിശ്വാസം അനുസരിച്ച് കയറും. അതുകൊണ്ട് NSSന് പറയാനുള്ളത്, ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. NSSന്റെ അഭിപ്രായം അതാണ്. അവരവരുടെ തീരുമാനം എടുത്തോട്ടെ, നമുക്ക് യാതൊരു എതിർപ്പുമില്ല. ഈ പരിഷ്കാരങ്ങളും ഈ പുരോഗമനവാദവും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയതാ, ഇല്ലേ? അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാൻ മേലെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ആളല്ലേ ശ്രീ മന്നത്ത് പത്മനാഭൻ. എന്താണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നിട്ടു. അവിടെ ഒരു നിബന്ധനയുമില്ല. ഹൈന്ദവർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാം, വിശ്വാസികൾക്കും പ്രവേശിക്കാം, ഒരു തടസ്സമില്ല. അത്രയും പുരോഗമനപരമായ ചിന്തയുള്ള ഒരു വലിയ മഹാമനുഷ്യൻ നടത്തുന്ന
അല്ല തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തോട് ഉപദേശിക്കാൻ, ഈ കാര്യങ്ങൾ ഉപദേശിക്കാൻ തക്കതായ അവകാശം ഇല്ല. നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ നടപ്പാക്കിക്കോളൂ. ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇഷ്ടം പോലെ ചെയ്യാൻ. ഉടുപ്പിട്ട് കയറാവുന്നിടത്ത് ഉടുപ്പിട്ട് കയറാം, ഉടുപ്പിടാതെ കയറാവുന്നവർക്ക് ഉടുപ്പിടാതെ കയറാം. അത് ചാതുർവർണ്ണയമൊന്നും നിലത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ഉടുപ്പിട്ട ക്ഷേത്രത്തിൽ, ഉടുപ്പിട്ട് കയറാൻ തീരുമാനമെടുത്തിട്ടുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവരുടെ ശാസന അംഗീകരിക്കാതിരിക്കരുത്. ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളിൽ പോകണം. നമ്മളതിനെ എതിർക്കണ്ട. നമ്മുടെ ഓരോ ശബരിമലയിൽ എങ്ങനെയാണ് ഉടുപ്പിന്റെ പുറത്ത് ഉടുപ്പും അതിന്റെ പുറത്തൊരു കമ്പിളിയും കൂടെ വെച്ചാൽ പോകുന്നത്. അത് അവിടുത്തെ സാഹചര്യം അതാണ്. എല്ലാ ജാതിക്കാരും അവിടെ പോകുന്നില്ല, ഹിന്ദുക്കളല്ലാത്ത ആളുകളും പോകുന്നില്ല. അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. അത് ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവരുണ്ട്. അതിലൊരു വിഭാഗമായി ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് എതിരൊന്നുമല്ല കേട്ടോ, യാതൊരു എതിരുമില്ല. അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ചെയ്ത് നടപ്പാക്കാം, അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാം. പക്ഷെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് NSSന്റെ അഭിപ്രായം. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാക്കിയതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ 2 ദിവസമായി ഈ കേരളത്തിൻ്റെ വടക്കറ്റം മുതൽ തെക്കറ്റം വരെയുള്ള ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളവർ എന്ത് ത്യാഗം സഹിച്ചു. ഉള്ള അവസരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ, പരസ്പരം അതറിഞ്ഞു പോകുവാൻ ആയി ഇവിടെ വന്നെത്തിയ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.